ആദ്യമായി ഭഗവാൻ ശ്വേതവർണ്ണത്തിലുള്ള ശേഷനാഗത്തെ സൃഷ്ടിച്ചു. ആ ശേഷനാഗന്റെ മടിയിൽ ഭക്തർക്ക് എപ്പോഴും വസിക്കാവുന്ന ഗോലോകധാമവും സൃഷ്ടിച്ചു. ഗോലോകധാമം പ്രാപിക്കുന്നവർക്ക് ഇനി പുനർജന്മം ഉണ്ടാകില്ല. അതിനുശേഷം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് 3 ധാരകളായി ഒഴുകുന്ന ഗംഗാനദി ഉദ്ഭവിച്ചു. പിന്നീട് ഭഗവാന്റെ ഇടതുചുമലിൽ നിന്ന് യമുനാനദിയും ഉദ്ഭവിച്ചു. ഭഗവാന്റെ കണങ്കാലുകളിൽ നിന്ന് ഹേമരത്നങ്ങളാൽ ശോഭിക്കുന്ന പവിത്രമായ രാസമണ്ഡലവും വിവിധ തരത്തിലുള്ള ആഭരണ സമൂഹങ്ങളും ഉദ്ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ ജംഘകളിൽ നിന്ന് മനോഹരമായ നികുഞ്ചങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അവിടെയെങ്ങും വസന്തകാലത്തിന്റെ സൗന്ദര്യം തുളുമ്പിനിന്നു. കുയിലുകൾ അവിടെ പറന്നു കൂജനം ചെയ്തിരുന്നു. മയിലുകളും വണ്ടുകളും സരോവരങ്ങളും ആ ദിവ്യസ്ഥലത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ഭഗവാന്റെ 2 കാൽമുട്ടുകളിൽ നിന്ന് വൃന്ദാവനം ഉദ്ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ തുടകളിൽ നിന്ന് ലീലാ സരോവരവും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് സ്വർണ്ണപ്രഭയാൽ ശോഭിക്കുന്ന ഭൂമി രൂപം കൊണ്ടു. ഉദരത്തിലെ രോമാവലികളിൽ നിന്ന് വിശാലമായി പടർന്ന മാധവീ ലതകളും